ഇനി പിന്നെ ക്രിട്ടിക്കൽ ഡിഫറൻസ് ഓഫ് 2-way ANOVA കേട്ടോ. 2-way ANOVAൻ്റെ ക്രിട്ടിക്കൽ ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൽ 2-way ANOVA ഡിഫറൻസ് ക്രിട്ടിക്കൽ ഡിഫറൻസ് ഫോർ കോളം രണ്ടെണ്ണം ഉണ്ടാവില്ല. 2-way ANOVA പറഞ്ഞ രണ്ടെണ്ണം, കോളം വൈസ് നോക്കണം, റോ വൈസ് നോക്കണം. നമുക്കറിയാലോ 2 ക്രൈറ്റീരിയ അല്ലേ. അപ്പോൾ ലെറ്റ് x1 x2 x3 xr കോളംസ്. അപ്പോൾ എൻ്റെ ക്രിട്ടിക്കൽ ഡിഫറൻസ് പറഞ്ഞാൽ √MSE ഇൻറ്റു √2/s ഇൻറ്റു t ഇൻറ്റു c-1 ഇൻറ്റു r-1. എസ് പറഞ്ഞ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഈച്ച് കോളം. നോക്ക്, കോളത്തിന്റെ കാര്യം ആയതുകൊണ്ടാണ് ഇവിടെ എസ് എന്ത് വന്നത്, കോളം വന്നത്. ഇനി ഡിസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ സി ഡി ആണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, ലെസ് ദാൻ സി ഡി ആണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ സി ഡി. ഇനി അതിൻ്റെ ക്രിട്ടിക്കൽ ഡിഫറൻസ് ഫോർ റോസ് y1 y2 എക്സെട്ര y3 റോസ് ആണെങ്കിൽ √MSE ഇൻറ്റു √2/k ഇൻറ്റു t ഇൻറ്റു r-1 ഇൻറ്റു c-1. r പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് റോസ് ആണ്. c എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. k എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഈച്ച് റോന്റെ കാര്യം പറയുമ്പോൾ k എന്താണ്, റോയാണ്. ഡിസിഷൻ y1 ബാർ മൈനസ് yi ബാർ മൈനസ് yj ബാർ ലെസ് ദാൻ സി ഡി ആണെങ്കിൽ എന്താണ്, there is no significant difference ആണ്. ഗ്രേറ്റർ ദാൻ സി ഡി ആണെങ്കിൽ എന്താണ്, there is significant difference between pairs ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അവിടെ x ആയിരുന്നു, ഇവിടെ y ആണ്, അത്രയും മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്ത് നോക്കാം. MSE ഒക്കെ നമുക്ക് സാധാ പോലെ ചെയ്യാൻ അറിയില്ലേ, 1-way 2-way സാധാ പോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ ഡിഫറൻസ്, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആയാൽ മാത്രമേ അവിടെ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഒന്നിൻ്റെ ക്രിട്ടിക്കൽ ഡിഫറൻസ് കാണാം കേട്ടോ. നമുക്ക് ഈ 2-way ANOVAൻ്റെ എങ്ങനെ കാണാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ക്രിട്ടിക്കൽ ഡിഫറൻസ് ഫോർ കോളംസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സി ഡി കണ്ടോ, അപ്പോൾ സി ഡി എന്ന് പറഞ്ഞാൽ √MSE ഇൻറ്റു √2/s ഇൻറ്റു t ഇൻറ്റു r-1 ഇൻറ്റു c-1. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സാധാ പോലെ അനോവ ചെയ്യുമ്പോൾ കിട്ടുന്ന MSE എന്ന് പറഞ്ഞാൽ 0.639 ആണ്. ഇത് സാധാ പോലെ MSE കാണാൻ നമുക്കറിയാലോ. പിന്നെ 2 അതേപോലെ എഴുതി. എസ് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് കോളംസ് ആണ്. എത്ര കോളം ഉണ്ട്, 1 2 3 4 കോളംസ്. പിന്നെ t r-1 ഇൻറ്റു c-1. എത്ര റോ ഉണ്ട്, 1 2 3. അപ്പോൾ 3 - 1 എന്താ കിട്ടുക, 6 പറഞ്ഞാൽ 3 ആണ്. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. അപ്പം 3 - 1 ഇൻറ്റു 4 - 1 എന്താ കിട്ടുക, 3 × 2 6. അതാട്ടോ ഇവിടെ 6 വന്നത്. ഓക്കെ, അപ്പോൾ ടി 6 എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ടേബിളിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 ആണ്, ആൽഫ 0.05 ആണ്. അപ്പം അത് നമുക്ക് കിട്ടുന്ന വാല്യൂ 2.477. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് √0.639 ഇൻറ്റു √2/4 ഗുണിക്കണം 2.447 ചെയ്യുമ്പോൾ നമുക്ക് 1.3 കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മൾ നോക്കുക ഏതൊക്കെ കോളം തമ്മിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നോക്കുക, കോളം ഇവിടെ ഒന്നാമത്തെ കോളം അല്ലേ, ഒന്നാം കോളം രണ്ടാം കോളം തമ്മിൽ കമ്പയർ ചെയ്യുക, ഒന്നാം കോളം മൂന്നാം കോളം തമ്മിൽ കമ്പയർ ചെയ്യുക, പിന്നെയോ രണ്ടാം കോളം മൂന്നാം കോളമായിട്ട് കമ്പയർ ചെയ്യുക. അത്രയും കമ്പയർ ചെയ്താൽ പോരെ, മതി. അപ്പം നമ്മൾ അതിന് എന്ത് കാണണം, ഇതിൻ്റെ എല്ലാം സം ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡാറ്റേൻ്റെ മീന് കാണണം, ഈ ഡാറ്റേൻ്റെ മീന് കാണണം, ഈ ഡാറ്റേൻ്റെ മീന് കാണണം. അപ്പം നമ്മളത് പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അത് കിട്ടും. നിങ്ങൾ ആ ടേബിൾ ഫസ്റ്റ് വരച്ചിട്ട് ഇതെല്ലാം സമയം ഇതിലൊക്കെ സം ചെയ്ത് എഴുതില്ല, അപ്പം തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം x1 ബാർ എഴുതി. x1 ബാർ പറഞ്ഞാൽ 30/4. എന്തുകൊണ്ടാണ് 4 വന്നത്, നോക്ക് 10 + 7 17, 17 + 8 25, 25 + 5 എന്താ കിട്ടുക, 30. പിന്നെ 30 എത്ര ആളുണ്ട്, 4, 30 ഹരിക്കണം 4 അങ്ങനെയായിട്ട് കിട്ടിയത്. പിന്നെ 25 ഹരിക്കണം 4, x2 ബാർ പറഞ്ഞാൽ 25 ഹരിക്കണം 4, 1.25 ഉത്തരം കിട്ടുക. അങ്ങനെ മോഡിനുള്ളിലിട്ടാൽ എന്താണ്, നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവ് ആക്കണം, അറിയാലോ. 1.25 അതെന്താണ്, സി ഡി എത്ര നമുക്ക് കിട്ടിയത്, 1.38 ആണ്. 1.38 കുറവല്ലേ. അപ്പം എന്താണ്, അത് തമ്മിൽ വ്യത്യാസമല്ല. ലെസ് ദാൻ ആണെങ്കിൽ എന്താണ്, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ് അല്ലേ. ഇനി അതേപോലെ മറ്റതൊക്കെ കാണുക. അപ്പോൾ നോക്ക്, ഇതിലേതാ ഗ്രേറ്റർ വരണത്, ഇത് മാത്രമാണ്. 2ഉം 3ഉം മാത്രമേ ഗ്രേറ്റർ വരുന്നുള്ളൂ. അപ്പോൾ x2ഉം x3 തമ്മിൽ മാത്രമേ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ കോളത്തിൻ്റെ കാര്യം. ഇനി റോസ് √MSE ഇൻറ്റു √2/k ഇൻറ്റു t ഇൻറ്റു r-1 ഇൻറ്റു c-1. r-1 ഈ ഒരു വാല്യൂ മുകളിലത്തെ വാല്യൂ തന്നെയാണ് കിട്ടുക. k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ്. എത്ര റോ ഉണ്ട്,
സോറി കേട്ടോ, എത്ര റോ ഉണ്ട് എന്നല്ല, ഒരു റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നോക്ക്, ഒരു കോളത്തിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് 1 2 3 4 എലമെന്റ്സ്. അതുകൊണ്ട് ഇവിടെ 4 എഴുതി. ഇവിടെയോ, ഇവിടെ ഒരു റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ഒരു റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 1 2 3. ഇതല്ലേ റോ, 1 2 3. അതുകൊണ്ടാട്ടോ ഇവിടെ 3 വന്നത്. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ എന്താണ്, റോയ് ആവുമ്പോൾ റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ഒരു റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കി. ഓക്കെ, പക്ഷെ ഇവിടെ ആര് പറഞ്ഞ എത്ര റോ ഉണ്ട് എന്നുള്ളതാട്ടോ. മനസ്സിലായില്ലേ? ഇവിടുത്തെ കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റോയിൽ എത്ര ആളുകളുണ്ട്. ഇവിടെ ആരെന്താണ്, എത്ര റോസ് ഉണ്ട്. ഓക്കെ, വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ചെയ്യാം. നമുക്ക് 1.59 കിട്ടാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ ഇങ്ങനെ വില ഇങ്ങനെ അല്ലേ, ആദ്യം ഇതല്ലേ ഇവിടെ നമ്മൾ റോ എന്ന് പറഞ്ഞാൽ ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4 അല്ലേ. അപ്പോൾ x1ഉം x2 തമ്മിൽ കമ്പയർ ചെയ്യണം, x1ഉം x3 തമ്മിൽ കമ്പയർ ചെയ്യണം, x1ഉം x4 തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മീൻ എങ്ങനെ കാണുക, 10 + 9 + 8 ഹരിക്കണം 3. 10 + 9 + 8 ഹരിക്കണം 3 27 ഹരിക്കണം 3 കിട്ടും. അതേപോലെ y2 ബാർ പറഞ്ഞ് 20/3. എങ്ങനെ 20 കിട്ടിയത്, y2 ബാർ എങ്ങനെയാ, y2 ബാർ ഇതല്ലേ y, 7 + 7 14, 14 + 6 20, 20/3. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ എല്ലാതും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഓരോ വാല്യൂ കിട്ടും. അതിൽ ഗ്രേറ്റർ ദാൻ സി ഡി പറഞ്ഞാൽ എന്താ, നമ്മൾ തൊട്ട് മുന്നിൽ കണ്ടു അല്ലേ. സി ഡിനേക്കാളും ഗ്രേറ്റർ ഉള്ളതൊക്കെ എന്താണ്, സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ.